കണക്കുകൾ സൂക്ഷിച്ച് അത് നമ്മളോട് എണ്ണി എണ്ണി പറയുന്ന ഒരു വ്യക്തി, അവർ ഒരിക്കലും ഭഗവാന് പ്രിയപ്പെട്ടവരായിരിക്കുകയില്ല എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 198. നീ എന്നും നല്ലത് മാത്രം മറ്റുള്ളവർക്ക് ചെയ്താൽ ഭഗവാൻ അതിൻ്റെ 100 ഇരട്ടിയായി തിരികെ നൽകുക തന്നെ ചെയ്യും. ഹരേ കൃഷ്ണ. നമസ്കാരം. കപടഭക്തിയുടെ മുഖംമൂടി അണിഞ്ഞ നമ്മളുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്ന ഒരുപാട് വ്യക്തികളെ ഇന്നത്തെ ഈ കാലത്ത് സുലഭമായി കാണുവാനായി സാധിക്കും. ഇനി അതല്ലെങ്കിൽ ഞാൻ വലിയൊരു ഭക്തയാണ് എന്ന് കാണിക്കുവാൻ, പുറമോടി കാണിക്കുവാനായിട്ട് പല പ്രവൃത്തികളും ചെയ്തു കൂട്ടുന്നവരുമുണ്ട്. സ്വാർത്ഥമായ താല്പര്യങ്ങളാണ് ഇതിന്റെ എല്ലാം പിന്നിലെന്ന് നമുക്കറിയാം. എന്നാൽ നമ്മുടെ ചുറ്റുമുള്ള സുഹൃത്തുക്കൾ ഇത്തരക്കാരാണോ അല്ലയോ എന്നൊക്കെ അറിയുവാൻ ഒരു ചെറിയ പോംവഴി ഉണ്ട് കേട്ടോ, കുറുക്കു വഴികളുണ്ട് കേട്ടോ. ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതെന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുവാൻ പോകുന്നത്. ഇതൊരു ചെറിയ വിഷയമായി ഭക്തജനങ്ങൾ കണക്കാക്കേണ്ടതില്ല. ചിലപ്പോൾ ഭാവിയിൽ നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടാം. ശരി, അപ്പോൾ മുഴുവനായി തന്നെ കാണുക. പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം തന്നെ കേട്ടുകൊള്ളാട്ടോ. പിന്നെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുന്ന കാര്യം അത് എല്ലാ വീഡിയോകളിലും പറയുവാനുള്ളതാണ്, അത് മറക്കേണ്ടതില്ല. എന്നിരുന്നാൽ മാത്രമേ നമ്മളിടുന്ന ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല, ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഒന്നാമതായി, നമ്മുടെ സുഹൃത്തുക്കൾ കാപട്യം നിറഞ്ഞ ഭക്തനോ ഭക്തയോ ആണ് എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? അത് അവരിൽ നിന്നും വരുന്ന, നാവിൽ നിന്നും വീഴുന്ന ഓരോ വാക്കുകളിലൂടെയും ഈ കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. എപ്പോഴും കുശുമ്പും കുന്നായ്മയും അതേപോലെ തന്നെ മോശം വാക്കുകൾ പ്രയോഗിക്കുന്ന ഒരു വ്യക്തി, അവൻ ഒരിക്കലും അല്ലെങ്കിൽ അവൾ ഒരിക്കലും ഭഗവാന് പ്രിയപ്പെട്ട വ്യക്തി ആയിരിക്കേയില്ല. ഒരു നല്ല ഭക്ത അല്ലെങ്കിൽ ഭക്തൻ എപ്പോഴും നല്ലൊരു കേൾവിക്കാരനായിരിക്കും. മറ്റുള്ളവരോട് അധികമൊന്നും സംസാരിക്കാത്ത വ്യക്തിയായിരിക്കും. നല്ല സ്നേഹവും എപ്പോഴും മനസ്സിലും മുഖത്തും പുഞ്ചിരി മാത്രം തൂകുന്ന, നമുക്ക് എപ്പോഴും പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു സുഹൃത്താണ് നിങ്ങൾക്ക് ഉള്ളത് എങ്കിൽ അവർ തീർച്ചയായും ഒരു നല്ല ഭക്തനായിരിക്കും. എപ്പോഴും അമ്പലങ്ങൾ സന്ദർശിച്ചത് കൊണ്ടോ വഴിപാടുകൾ നേർന്നത് കൊണ്ടോ ഒരാളും യഥാർത്ഥ ഭക്തനാകണമെന്നില്ല. അവരുടെ ചേഷ്ടകൾ, അവർ നിത്യേന ചെയ്യുന്ന കർമ്മങ്ങൾ, പ്രവൃത്തികൾ, നാവിൽ നിന്നും വീഴുന്ന വാക്കുകൾ, ഇവയിലൂടെയെല്ലാം ഇത്തരക്കാർ ഭഗവാന് പ്രിയപ്പെട്ടവരാണോ അല്ലയോ എന്ന് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി രണ്ടാമതായി പറയുവാനുള്ളത്, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീടുകളൊക്കെയും ഇടയ്ക്ക് നിങ്ങൾ സന്ദർശിക്കാറുണ്ട് എങ്കിൽ വീടും ചുറ്റുപാടും അവരുടെ ഭക്ഷണശീലവും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഇവരെ വിലയിരുത്താവുന്നതാണ്. നല്ല ഭക്തനാണോ ഭക്തയാണോ എന്ന് ആ ചുറ്റുപാടും ഭക്ഷണക്രമവും കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാക്കുവാനായി സാധിക്കും. വീട് മൊത്തം അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്, ഭക്ഷണത്തിനൊന്നും ഒരു ചിട്ടയോ കാര്യങ്ങളോ ഇല്ല, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അവർ യഥാർത്ഥ ഭക്തരിൽപ്പെട്ടവരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തതായി പറയുവാനുള്ളത്, ഭഗവാനുമായി ബന്ധപ്പെട്ട പുതിയ അറിവുകൾ നൽകുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമായി കണക്കാക്കാം. എപ്പോഴും ഭഗവത് സംബന്ധമായ ഗ്രന്ഥങ്ങൾ വായിക്കുന്നവർ, അറിവുകൾ ഭഗവാനുമായി ബന്ധപ്പെട്ട കണ്ണനോട് അടുക്കുവാൻ ഉതകുന്ന ഓരോ കാര്യങ്ങളും നിത്യേന ചെയ്യുന്ന വ്യക്തികൾ, അവർ എന്നും ഭഗവാന് പ്രിയപ്പെട്ടവരായിരിക്കും. അവർ എപ്പോഴും നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാവുക തന്നെ ചെയ്യും. ദാനം, സ്നേഹം, മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് സ്വയമേവ അവരെ സഹായിക്കുകയും കരുതുകയും ചെയ്യുന്ന ഓരോ വ്യക്തിക്കും ഈ അംഗീകാരം വേണ്ടുവോളം നമുക്ക് നൽകാവുന്നതാണ്. മറ്റൊന്നും പ്രതീക്ഷിക്കാതെ തൻ്റെ സുഹൃത്തുക്കളെ സഹായിക്കുകയും അവരെ കരുതുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ ഭക്തർ. അല്ലാതെ എല്ലാ സഹായവും അവർക്ക് ചെയ്തതിനു ശേഷം എന്തെങ്കിലും ഒരു വഴക്കോ അല്ലെങ്കിൽ പിണക്കമോ സംഭവിച്ചു കഴിയുമ്പോൾ താൻ ചെയ്ത സഹായത്തിനും നന്മകൾക്കും എല്ലാം കണക്കുകൾ സൂക്ഷിച്ച് അത് നമ്മളോട് എണ്ണി എണ്ണി പറയുന്ന ഒരു വ്യക്തി, അവർ ഒരിക്കലും ഭഗവാന് പ്രിയപ്പെട്ടവരായിരിക്കുകയില്ല എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. പണ്ടൊരു ചൊല്ലുണ്ട്, ഒരു വ്യക്തിയുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ ഒരു യാത്ര പോയി കഴിഞ്ഞാൽ അവരുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന്. ഒരു ക്ഷേത്രയാത്രാ വേളയിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ
ഏറ്റവും കൂടുതൽ എന്തിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അത് നിരീക്ഷിക്കുക. ഒന്നും പറയാതെ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. അപ്പോൾ മനസ്സിലാകും അവർ എന്താണ് കൂടുതലായും ഉദ്ദേശിക്കുന്നത് എന്ന്. ക്ഷേത്രയാത്രകളൊക്കെയും പോകുമ്പോൾ ഭഗവാനെ എപ്പോഴും സ്മരിച്ചുകൊണ്ട് ഭഗവത് ചിന്തയിൽ മുഴുകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നല്ല ഒരു ഭക്തനാകുവാൻ സാധിക്കുകയുള്ളൂ. ഭഗവാന്റെ തിരുനടയിൽ എത്തിയതിനു ശേഷവും ഇത്തരത്തിൽ വീണ്ടും വീണ്ടും നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ട് ഓരോ വാക്കുകൾ സംസാരിക്കുകയും അല്ലെങ്കിൽ ഭഗവത് സംബന്ധമല്ലാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന വ്യക്തികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നിങ്ങൾ തീർച്ചയായും അകന്നു നിൽക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു യഥാർത്ഥ ഭക്തനോ ഭക്തയോ ആകുവാനായി സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഉറപ്പായും 100% ഉറപ്പാണ്, നിങ്ങൾക്കും ആ വ്യക്തിയുടെ, നിങ്ങളുടെ ആ സുഹൃത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ ലഭിക്കുവാൻ സാധ്യതകൾ ഏറെയാണ്. നമ്മിലെ കളങ്കമില്ലാത്ത ഭക്തിയെ പോലും കുറയ്ക്കുവാൻ ഇവയ്ക്കൊക്കെ വലിയ പങ്ക് വഹിക്കുവാനായി സാധിക്കുമെന്നും ഗൗരവത്തോടു കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അവസാനമായി പറയുവാനുള്ളത്, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ അറിയിക്കുവാനുള്ളത്, നിങ്ങളൊരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ സ്വഭാവ സവിശേഷതകളുമായി ഏറ്റവും ഇണങ്ങിയ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഒരു നല്ല ഭക്തനാണോ നിങ്ങൾ എങ്കിൽ കളങ്കമില്ലാത്ത ഭക്തിയുള്ള വ്യക്തികളെ മാത്രം നിങ്ങളുടെ സുഹൃത്തുക്കളാക്കുവാൻ പ്രത്യേകം ശ്രമിക്കുക. അല്ല എങ്കിൽ നിങ്ങൾ തെറ്റായി തിരഞ്ഞെടുക്കുന്ന ആ സുഹൃത്തുക്കളുടെ സ്വഭാവ സവിശേഷതകൾ നിങ്ങളുടെ ജീവിതത്തിലേക്കും പതിയെ പതിയെ ഒരു വൈറസ് പോലെ കടന്നു വരുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അത് നിങ്ങളുടെ ജീവിതത്തെ തീർച്ചയായും കാർന്നു തിന്നേക്കാം. ശരി, അപ്പോൾ ഇത്ര മാത്രമേ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. ഇന്നത്തെ ഈ വിഷയം ചെറുതാണ്, പക്ഷേ അത്രമാത്രം ഗൗരവമേറിയതുമാണ്. ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഭക്തജനങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായും ഇന്നത്തെ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അത് താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കരുത്, മടിക്കരുത്. ഇനി ഒന്നും എഴുതാനില്ല എങ്കിൽ പോലും ഭഗവാന്റെ നാമങ്ങൾ, വചനങ്ങളൊക്കെയും എഴുതിക്കൊള്ളാട്ടോ. പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് കോയമ്പത്തൂരിൽ നിന്നും ലേഖ എന്ന നാമധേയത്തിലുള്ള ഒരു ആൻറ്റിയാണ്. എന്താഗ്രഹം പ്രതിയാണോ ആൻറ്റിയും കുടുംബവും 10 ഭഗവത്ഗീതാ ഗ്രന്ഥം ഭക്തജനങ്ങൾക്കായി നൽകിക്കൊള്ളുവാൻ പറഞ്ഞിട്ടുള്ളത്. ആയത് എത്രയും പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ എന്നും ഭഗവാൻ എന്നും ആൻറ്റിയുടെയും ആൻറ്റിയുടെ കുടുംബത്തിൻ്റെയും കൂടെ ഉണ്ടാകട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ശരി, അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുവാനില്ല. നമുക്ക് കഴിവതും ഞായറാഴ്ച ദിവസങ്ങളിൽ ലൈവ് തത്സമയം വെക്കാം. വൈകിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടും ആലോചിക്കുന്നുണ്ട്. വിഷ്ണു ആയിരിക്കും അത് ഹോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും തീർച്ചയായും വരണം. തലേ ദിവസത്തെ വീഡിയോയിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിലൂടെയോ വാട്സപ്പ് ചാനലിലൂടെയോ ഇക്കാര്യം ഭക്തജനങ്ങളെ അറിയിക്കുന്നതായിരിക്കും. തീർച്ചയായും നിങ്ങൾ വരുവാനായി ശ്രമിക്കുക. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. രസകരമായിരിക്കും, അത് തീർച്ചയാണ്. വിഷ്ണുവൊക്കെ ഉണ്ടല്ലോ. എന്തായാലും അപ്പോൾ ശരി, എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാട്ടോ. എന്നത്തെയും പോലെ തന്നെ ഭഗവാൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും 2 കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, പകലാം. നന്ദി, നമസ്കാരം.